നമ്മുടെ ഫസ്റ്റ് ജോബ് ട്രയൽ അറൌണ്ട് 130 to 115 സ്റ്റുഡൻസ് സെലക്ട് ആയിട്ടുണ്ട്. ആക്ച്വലി അവർക്ക് ഈ വർഷം 1000+ വേക്കൻസീസ് വരുന്നുണ്ട്, മെഡിക്കൽ കോഡിങ്ങിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് പ്ലേസ്മെന്റ് തരാൻ വേണ്ടി ഞങ്ങളുടെ പ്ലേസ്മെന്റ് സെല്ല് ഫുൾ റെഡിയാണ്. ഒരു കണ്ടിന്യൂസ് 7-8 ജോബ് ഡ്രൈവിന് ശേഷം 2024 അതിലും 10 മടങ്ങ് ശക്തിയോടെ ഞങ്ങളുടെ പ്ലേസ്മെന്റ് സെല്ലിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഈ ഒരു ജനുവരി മാസത്തിൽ 3 ജോബ് ഡ്രൈവാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നടത്തിയിട്ടുള്ളത്. നമുക്ക് ആ ഒരു ജോബ് ഡ്രൈവിന്റെ വിശേഷങ്ങളും അതിൽ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. എൻ്റെ കൂടെ ഉള്ളത് ഞങ്ങളുടെ പ്ലേസ്മെന്റ് ഓഫീസർ മിസ് ഹിബ ഫാത്തിമ. സോ ഹിബ, നമ്മുടെ ആ ഒരു ജനുവരി മന്തിൽ ഏതൊക്കെ കമ്പനി ആയിട്ടാണ് നമ്മൾ ജോബ് ഡ്രൈവ് നടത്തിയത്? നമ്മൾ ഈ ജനുവരിയിൽ 3 ആഴ്ചയിലും 3 ജോബ് ഡ്രൈവ്സ് ആയിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. 3ഉം കാലിക്കറ്റ് വെച്ചിട്ടായിരുന്നു. അതിൽ ഫസ്റ്റ് വൺ കോറോ ഹെൽത്ത് ആയിരുന്നു. കോറോ ഹെൽത്ത് കോയമ്പത്തൂർ ടീമാണ് വന്നത്. കൊച്ചി ആൻഡ് കോയമ്പത്തൂരിലേക്കായിരുന്നു ഹയറിംഗ്. അറൌണ്ട് 300 സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു സിംഗിൾ ഡേ ജോബ് ഡ്രൈവ് ആയിരുന്നു അത്. ആക്ച്വലി എത്ര വേക്കൻസി ആയിരുന്നു അവർക്ക് ടോട്ടൽ? ആക്ച്വലി അവർക്ക് ഈ വർഷം 1000+ വേക്കൻസീസ് വരുന്നുണ്ട്, മെഡിക്കൽ കോഡിങ്ങിൽ വരുന്നുണ്ട്. സെക്കൻഡ് ജോബ് ഡ്രൈവ് നമുക്ക് ലാസ്റ്റ് വീക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ഒമേഗ ഹെൽത്ത് കെയർ ചെന്നൈ ആയിരുന്നു വന്നത്. അവർക്കും അറൌണ്ട് 200 ഓപ്പണിംഗ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ സൈഡിൽ നിന്നും അറൌണ്ട് 60 സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. തേർഡ് ജോബ് ഡ്രൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വന്നിരിക്കുന്നത് ക്ലാരസ് RCM കോയമ്പത്തൂരാണ് വന്നിട്ടുള്ളത്. അപ്പം അറൌണ്ട് അവർക്കും 200 to 300+ വേക്കൻസീസ് വരുന്നുണ്ട്. എത്ര പേര് എത്തിയിട്ടുണ്ടെന്നോ? ഇന്ന് അറൌണ്ട് 90 സ്റ്റുഡൻസ് വന്നിട്ടുണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. ഇന്റർവ്യൂ ഓൺഗോയിങ് ആണ്. ഓക്കെ. ആക്ച്വലി നമുക്ക് ഈ വേക്കൻസീസിലൊക്കെയും സർട്ടിഫൈഡ് ആണോ നോൺ സർട്ടിഫൈഡ് ആണോ എന്താ പ്രിഫർ ചെയ്യുന്ന കമ്പനി? മോസ്റ്റ്ലി സർട്ടിഫൈഡ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ 2ഉം സർട്ടിഫൈഡും നോൺ സർട്ടിഫൈഡും ഉണ്ടായിരുന്നു. ദിസ് ടൈം ക്ലാരസിന് വന്നിട്ടുള്ളത് സർട്ടിഫൈഡിന് മാത്രമുള്ളതാണ്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മളൊരു CPC സർട്ടിഫൈഡ് ആവുന്നതായിരിക്കും ബെറ്റർ. പ്രിഫറൻസ് നമ്മൾ കോഡിംഗ് പഠിച്ച ഒരു കോഴ്സ് കംപ്ലീഷൻ വെച്ച് ജോബ് നോക്കുന്നതിലും സർട്ടിഫൈഡ് ആയിട്ട് US സർട്ടിഫൈഡ് ആയിട്ട് നിങ്ങൾ ജോബ് നോക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ ഹിബ, നമുക്ക് ജോബ് ഡ്രൈവിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നു. പക്ഷേ എല്ലാവർക്കും അറിയേണ്ടത്, ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത് എത്ര പേര് സെലക്ട് ആയി അല്ലേ? അപ്പം നമുക്ക് ഹിബനോട് ചോദിക്കാം, എത്ര പേരാണ് നമുക്ക് സെലക്ട് ആയിട്ടുള്ളത്? ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ജോബ് ഡ്രൈവിൽ അറൌണ്ട് 130 to 115 സ്റ്റുഡൻസ് സെലക്ട് ആയിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് ജോബ് ഡ്രൈവ് ഒമേഗൻ്റെ അറൌണ്ട് 40+ സ്റ്റുഡൻസ് സെലക്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ജോബ് ഡ്രൈവിന്റെ റിസൾട്ട്സ് നമ്മൾ വെയിറ്റിംഗ് ആണ്. വി ആർ എക്സ്പെക്ടിങ് അറൌണ്ട് 60 സെലക്ഷൻ. ഓക്കെ, സോ ടോട്ടൽ അറൌണ്ട് 200+ അല്ലേ? അപ്പോൾ ജനുവരി മാസം മാത്രം നമ്മളുടെ മെഡിക്കൽ കോഡിംഗ് ജോബ് ഡ്രൈവിലൂടെ, അതും നമ്മുടെ നാട്ടിൽ വെച്ച് നടത്തിയ ജോബ് ഡ്രൈവിലൂടെ 200+ കാൻഡിഡേറ്റ്സിന് ജോബ് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതിലൊരു 113 എന്ന് പറയുന്നത് കൊച്ചി ലൊക്കേഷനിൽ. പലർക്കും നമ്മുടെ കേരളത്തിൽ തന്നെ ജോബ് വേണം എന്നാണ് ആഗ്രഹം. സോ കൊച്ചി ലൊക്കേഷനിലേക്കാണ് 113 കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്താണ് ഹിബ നമ്മുടെ ഒരു കമ്മിങ് ഡേയ്സിലുള്ള അല്ലെങ്കിൽ കമ്മിങ് മന്ത്സിലുള്ള നമ്മുടെ ഒരു പ്ലേസ്മെന്റ് പ്ലാൻ എങ്ങനെയാണ്? നമ്മുടെ ഒരു പ്ലാൻ എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ഈ ഒരു വർഷം നമ്മൾ എല്ലാ മന്തും മിനിമം 1 to 2 ജോബ് ഡ്രൈവ്സ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതുകൂടാതെ വെർച്വൽ ഇന്റർവ്യൂസ്, അല്ലാതെ വാക്ക് ഇൻ, ഇതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെ പോയാലും നമ്മുടെ സ്റ്റുഡൻസിന്റെ പ്ലേസ്മെന്റ് എൻഷുർ ചെയ്യാന്നുള്ളൊരു ഒറ്റ ഗോൾ വെച്ചിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് ഈ വർഷം. ഓക്കെ, നിങ്ങൾക്ക് പ്ലേസ്മെന്റ് തരാൻ വേണ്ടി ഞങ്ങളുടെ പ്ലേസ്മെന്റ് സെല്ല് ഫുൾ റെഡിയാണ്. ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ജോലി വേണമെന്ന്. അതിനാദ്യം നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, അതിനുശേഷം CPC സർട്ടിഫൈഡ് ആവുക, അതിനുശേഷം ഞങ്ങൾ തരുന്ന ഇന്റർവ്യൂ പ്രിപ്പറേഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ഒരു പ്ലേസ്മെന്റ് ട്രെയിനിങ് കൊടുക്കുന്നത് എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഹിബ? അതെ, കുറേ സ്റ്റുഡൻസിന് ഇപ്പോഴും അറിയില്ല ഇന്റർവ്യൂക്ക് എങ്ങനെയാണ് പോവേണ്ടത്, എന്താ ചോദിക്കുക, അങ്ങനത്തെ. അപ്പം നമുക്ക് ഇന്റർവ്യൂവിൽ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഒരു ടെക്നിക്കൽ നോളജും പിന്നെയാണ് നമുക്ക് നമ്മുടെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും വരുന്നത്. ഈവൻ ഡ്രസ്സിംഗ് മുതൽ ഒരുപാട് ആറ്റിറ്റ്യൂഡുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാലേ നമുക്ക് അതൊരു കറക്റ്റ് ഒരു പോയിന്റിലേക്ക് നമുക്ക് സെലക്ഷനിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം വെറും ടെക്നിക്കൽ നോളജ് ഉണ്ടായാൽ മാത്രം പോരാ, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അത്ര ഇമ്പോർട്ടൻ്റ്. നമ്മുടെ ഒരു ജോബ് റൈസിന് എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലായത് സ്റ്റുഡൻസിന്റെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയാലേ അവർക്ക് അത് എക്സിബിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അവരുടെ നോളജ്. അപ്പം സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ടത് സ്റ്റാർട്ടിങ് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അവരുടെ ഗ്രൂമിങ്, ഇങ്ങനെ ബേസിക്കായി നമ്മൾ ഒരു ഔട്ടർ ലെയർ നമ്മൾ പ്രോപ്പർ ആക്കിയാലേ നമ്മുടെ ഒരു ടെക്നിക്കൽ നോളജിനോട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റി സെലക്ഷനിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റുഡൻസിന്റെ കയ്യിലാണ് നമ്മുടെ സെലക്ഷൻ നിൽക്കുന്നത്. നമുക്ക് അസിസ്റ്റ് ചെയ്യുന്നു നിങ്ങളെ ഒരു ജോബ് ഡ്രൈവ്, ഒരു ജോബ് ഇന്റർവ്യൂ പാനലിന്റെ അടുത്ത് വരെ നമ്മൾ അസിസ്റ്റ് ചെയ്യും. പിന്നെ ഉള്ളത് നിങ്ങളുടെ സ്കിൽസ് ആൻഡ് നോളജ് വെച്ചിട്ടാണ് നിങ്ങളത് ക്രാക്ക് ചെയ്യേണ്ടത്.
ഓക്കെ, നമ്മുടെ ഒരു കോഴ്സ് കഴിഞ്ഞ് നമ്മളൊരു ജോബ് ഡ്രൈവിന്റെ മുമ്പായിട്ട് തന്നെ നമ്മളുടെ ഒരു പ്ലേസ്മെന്റ് ട്രെയിനിങ് സെക്ഷൻസ് കൊടുക്കുന്നുണ്ട് അല്ലേ? പ്ലേസ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു നമ്മളുടെ രീതിയിലുള്ള ഓറിയന്റേഷൻ സെഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇപ്പോഴും പലർക്കും ജോബ് ഇല്ലാതെ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്ന് അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ട്. ഒരു പക്ഷേ പലർക്കും മെഡിക്കൽ കോഡിങ്ങിന്റെ സാധ്യത അറിയാത്തതായിരിക്കാം. കാരണം വേറെ ഏത് കോഴ്സ് പഠിച്ചാലാണ് നിങ്ങൾക്ക് ഈ മാസം മാസം ഇത്രയും ജോബ് ഡ്രൈവ്സ്, ഇത്രയും ഓപ്പണിങ്സ് ഉണ്ടാവുക എന്ന് ഞങ്ങൾക്ക് അറിയില്ല അല്ലേ? നമുക്ക് ഓരോ മന്തും 200 കുട്ടികളാണ് ജോലിക്ക് കയറുന്നത്. തൊഴിലില്ലായ്മ കൂടുകയാണ്, ജോബ്ലെസ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ ഒരു കോഴ്സും, അതും 3 മാസം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഷോർട്ട് ടേം കോഴ്സ് വിത്ത് US സർട്ടിഫിക്കേഷൻ ആണ്. ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ പഠിപ്പിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ജോബ് ഡ്രൈവ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, സെലക്ഷൻ ആവുക, ജോലിക്ക് കയറുക, അത്ര മാത്രമേ ഉള്ളൂ. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.